കരൂരിൽ മരണം 39ആയി. പരിക്കേറ്റ് ചികിത്സയിൽ 111 പേർ. കർശന നടപടിയെടുക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. വിജയെ കാണാനെത്തിയത് വൻ ജനക്കൂട്ടം. അടുത്തേക്കെത്താനുള്ള തിക്കും തിരക്കും ദുരന്ത കാരണമായി. സ്റ്റാലിൻ കരൂരിലെത്തി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പോലീസും അന്വേഷിക്കുന്നു. TVK സെക്രട്ടറിക്കെതിരെ കേസ്. ഹൃദയം തകർന്നെന്ന് വിജയ് ചെന്നൈയിലെ വീട്ടിൽ സുരക്ഷ കൂട്ടി പോലീസ്. UN-ൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെല്ലാം ഒരു രാജ്യത്ത് നിന്നും രൂപം കൊണ്ടവയാണെന്ന് ജയശങ്കർ. പഹൽഗാം ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രി. ഏഷ്യ കപ്പിൽ ഇന്ന് ആവേശ ഫൈനൽ. ഇന്ത്യ പാക് ഫൈനൽ ഇന്ന് വൈകിട്ട്. ഏഷ്യ കപ്പ് ഫൈനലിൽ നേർക്കുനേർ ആദ്യം. ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാകുന്നുവെന്ന് ട്രംപ്. ബന്ദിമോചനത്തിന് കരാർ. ഗാസയ്ക്കുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നുവെന്നും ട്രംപ്. നാളെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ തർക്കം തുടരുന്നു. നിലവിൽ കമ്മിറ്റിയിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിയെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നിർബന്ധിതരാകുമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയെ അധ്യക്ഷനാക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് കടുത്ത നിലപാടുമായി ഐ ഗ്രൂപ്പ് രംഗത്ത് വരുന്നത്. രാജ്ഭവനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കും. രാജ്ഭവൻ പുറത്തിറക്കുന്ന ജേണൽ രാജഹംസയുടെ പ്രകാശനത്തിനായിട്ടാണ് പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിലെത്തുന്നത്. സത്യപ്രതിജ്ഞകൾ ഒഴികെയുള്ള ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കാനായിരുന്നു രാജ്ഭവന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് ഒഴിവാക്കും. രാജ്ഭവനിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശശി തരൂർ MPക്ക് ആദ്യ പ്രതി നൽകിയാവും മുഖ്യമന്ത്രി ജേണൽ പ്രദർശിപ്പിക്കുക. PK കുഞ്ഞാലിക്കുട്ടിക്കും PK ഫിറോസിനും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനവും വെല്ലുവിളിയുമായി KT ജലീൽ MLA. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീലിന്റെ വെല്ലുവിളി. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നിയമസഭയിൽ ഉന്നയിക്കാനാണ് ജലീലിന്റെ വെല്ലുവിളി. ഐസ്ക്രീം കേസും വിവാദമായ ബന്ധു നിയമന വിവാദവും എല്ലാം പരാമർശിച്ചാണ് ജലീലിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.